NIRFന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമുള്ള 2024 ടോപ്പ് മെഡിക്കൽ കോളേജുകളുടെ ഒരു പട്ടിക വന്നു. അപ്പൊ ഇതിനകത്ത് ടോപ്പ് 10 മെഡിക്കൽ കോളേജുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. മാത്രമല്ല ഇനി അങ്ങോട്ട് നീറ്റിന്റെ ട്രിക്കുകൾ നമ്മൾ വീഡിയോസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് നീറ്റിന്റെ നീറ്റിൽ നിങ്ങൾ നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഒരുപാട് ടഫ് കോമ്പറ്റീഷൻ ആണ്, അതിനകത്ത് ടൈമാണ് വളരെ ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയാമായിരിക്കും, പക്ഷെ അത് പെട്ടെന്ന് സോൾവ് ചെയ്യും, മറ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് ടൈം കിട്ടും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. സോ ട്രിക്കുകളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നമ്മുടെ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ടോപ്പ് 10 മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ഡ്രീം ആയിരിക്കണം. എയിംസ് ന്യൂഡൽഹിയാണ് 1ാം സ്ഥാനത്ത് വന്നത്. അപ്പൊ എയിംസ് ഡൽഹിയിലൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ. ദെൻ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് PGI MER ചണ്ഡീഗഡ് ആണ്. ദെൻ ഇതിനകത്ത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ട്. അപ്പൊ ടോട്ടൽ വരുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. 4ാം സ്ഥാനത്ത് നിംഹാൻസ് ബാംഗ്ലൂരാണ്. 5ാം സ്ഥാനത്ത് നമ്മുടെ ജിപ്മർ പുതുച്ചേരി. അതും വിദ്യാർത്ഥികളുടെ ഒരു സ്വപ്നമാണ് ജിപ്മറിലൊക്കെ പഠിക്കുക എന്നുള്ളത്. അപ്പം ഇവിടങ്ങളിലൊക്കെ പഠിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. Then Sanjay Gandhi Institute, Postgraduate Institute of Medical Sciences, Lucknow, Banaras Hindu University, Varanasi, Amrita Vishwavidyapitham, Coimbatore, Kasturba Medical College, Manipal, Madras Medical College and Government General Hospital, Chennai. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതിനകത്ത് കോളേജുകളൊന്നും ടോപ്പ് 10 വന്നില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ട്രിവാൻഡ്രം ഡെന്റൽ കോളേജ് 42ാം സ്ഥാനത്താണ് വന്നത്. പക്ഷെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ലിസ്റ്റ് എടുക്കുമ്പോൾ 6ാം സ്ഥാനത്തുണ്ട്. അതൊരു അഭിമാന നേട്ടം തന്നെയാണ്. ഇന്ത്യയിലെ